ഈ വാണത്തിനെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇതാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് സംഘികൾ പറയും. നമ്മൾ ഇവനെ വിളിക്കും സംഗിരായപ്പൻ. അതായത് നമ്മുടെ സംഗിരായപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നാറി ഇവന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കണം. ഷെയ്ൻ നിഗത്തിന്റെ ഒരു പുതിയ ഫിലിം വരുന്നുണ്ട്, നമ്മുടെ ഒരു തമിഴ് മൂവി വരുന്നുണ്ട്, മദ്രാസ്കാരൻ എന്നും പറഞ്ഞിട്ട്. അപ്പം അതിന്റെ പോസ്റ്റർ കട്ട് ചെയ്ത് വെച്ചിട്ട് അവൻ എൻ്റെ മേലിട്ടതാണ് മദ്രസുകാരൻ. ഇവൻ ഈ മദ്രാസ് എന്നൊക്കെ ഉള്ളത് ഷോർട്ട് ചെയ്ത് മദ്രസ എന്നൊക്കെ പറയുമ്പോൾ ഇവനങ്ങോട്ട് വെകിളി പോകും. ഇവന്റെ മറ്റേ ആസനത്തിൽ മറ്റേ ശൂലം കുത്തുന്ന ഫീലാണ് ഇവൻ ഈ മദ്രസ എന്നൊക്കെ കേൾക്കും. മദ്രസ, മുസ്ലിം, ഷെയ്ൻ നിക്കം, ഈ മുസ്ലിം നെയിംസ്, അതുപോലെ മുസ്ലിങ്ങളെ കാണുമ്പം ഇവന്റെ ആസനത്തിൽ ആരോ മറ്റേ സാധനം ശൂലം കയറ്റി ഫീലാണ് ഇവൻ ഉണ്ടാവാറ്. അപ്പം ഇവനിത് കണ്ടപ്പം ഇവനങ്ങോട്ട് പൊട്ടി. മദ്രസുകാരനോ? വായിക്കാൻ അത്രയൊക്കെ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളൂ, വേറെ കാര്യം. സംഖ്യയല്ലേ, ചാണകമാണല്ലോ, അപ്പം അത്രയൊക്കെ വായിക്കാനുള്ള ബോധമുള്ളൂ. ഇവനാകെ പേടിച്ചു പോയി. ഷെയ്ൻ, അതും ഒരു മുസ്ലിം, പണ്ട് എന്താ പറയുക പലസ്തീനൊക്കെ സപ്പോർട്ട് ചെയ്തൊരു മുസ്ലിം, അവൻ്റെ തമിഴ് മൂവി കേട്ടോ, നമ്മുടെ മലയാളം മാത്രമല്ല തമിഴ് മൂവി വരുന്നു, അതും അവൻ അതിലെ ഹീറോ ആയിട്ട് മദ്രസുകാരൻ. ഈ പരനാറയ്ക്ക് വായിക്കാൻ അറിയില്ല, അത് പോട്ടെ, എന്തായാലും പോട്ടെ. ഞാൻ എൻ്റെ താഴത്തെ അടുത്ത് അവൻ്റെ ലൈൻസ് കാണേ, തിയേറ്ററുകളിൽ വെളിച്ചെണ്ണ ഫ്രീ ആയി കിട്ടുന്നതാണ്. നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഫിലിം കാണും, പോപ്കോൺ വാങ്ങിക്കും, പെപ്സി വാങ്ങിക്കും, കുടിക്കും. ഇവനൊക്കെ തിയേറ്ററിൽ പോയാൽ വെളിച്ചെണ്ണ തപ്പാറ്. അല്ല കുണ്ടന്മാരി കിട്ടിക്കഴിഞ്ഞാൽ അവന് ആ തിയേറ്ററിലിട്ട് കളിക്കും. അതാണ്, ആ കളിക്കാൻ ഇവൻ വെളിച്ചെണ്ണയും കൊണ്ടാണ് നോർമലി തിയേറ്ററിൽ പോവാറ്. അപ്പോൾ എന്തോ ഈ ഫിലിം കാണാൻ പോകുമ്പോൾ നമ്മുടെ സംഗീരായപ്പൻ പോകുന്നവർക്കൊക്കെ വെളിച്ചെണ്ണ തരും. അപ്പം കുണ്ടംകളി താല്പര്യം